നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മും സിപിഐയും സീറ്റ് വെച്ചു മാറില്ല. സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ സിപിഐ മത്സരിക്കും. ഉഭയകക്ഷി ചർച്ചയിൽ ഇത് സംബന്ധിച്ച ധാരണയായി. ഇതോടെ കണ്ണൂരിൽ ഒരു സീറ്റ് എന്ന സിപിഐയുടെ ആഗ്രഹം നടന്നില്ല. പറവൂരിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്ന സൂചനയും സിപിഐ നേതൃത്വം നൽകുന്നുണ്ട്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം പല ചർച്ചകളും നടന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എന്താണ് മുന്നണിയിൽ ഉണ്ടായിട്ടുള്ള ധാരണ? എന്തൊക്കെയാണ് ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ? ഏതായാലും സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. നേരത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കീറാമുട്ടിയായി നിന്നിരുന്നത് പറവൂർ സീറ്റായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ എതിരെയുള്ള മത്സരം സിപിഎം ആയിരിക്കും അവിടെ ഒരുപക്ഷെ സീറ്റ് ഏറ്റെടുക്കുക എന്നത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും സിപിഎം ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ടൊരു മത്സരമല്ല. LDF ഒറ്റക്കെട്ടായി സിപിഐ തന്നെ അവിടെ മത്സരരംഗത്തുണ്ടാകും. അവരുടെ സീറ്റാണ്. ആ സീറ്റിൽ ആര് വരും എന്നുള്ളത് ഇപ്പോഴും ഒരു രാഷ്ട്രീയ കൗതുകമായി നിൽക്കുകയാണ്. ഒരു പൊതു സ്വതന്ത്രയോ അല്ലെങ്കിൽ പ്രമുഖരായ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് ഒരാൾ തന്നെ വരികയാണെങ്കിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള N അരുണിനെ അവിടെ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തെ മൂവാറ്റുപുഴ മണ്ഡലത്തിലും പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് തീരുമാനം നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ എക്സിക്യൂട്ടീവിലേക്ക് ഭാഗത്തു നിന്ന് വരും എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഏതായാലും ഉഭയകക്ഷി ചർച്ചയിൽ സിപിഎമ്മും സിപിഐയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഒപ്പം തന്നെ സിപിഐ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം കണ്ണൂരിൽ ഏതെങ്കിലും ഒരു വിജയിക്കുന്ന സുരക്ഷിതമായ നല്ലൊരു സീറ്റ് നൽകണം എന്നുള്ളതായിരുന്നു. അതും സിപിഎം അംഗീകരിക്കുന്നില്ല. നിലവിൽ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകളിൽ തന്നെയായിരിക്കും സിപിഐ മത്സരിക്കുക.